രാജ്യം വരണമേ, നിന്റെ ദൃവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മാതാവേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനമ്മേ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. സ്വാഗത പ്രസംഗത്തിനായി ചർച്ച് സെക്രട്ടറി ബേസിൽ ജോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. നമുക്കായി ഒരുക്കുന്ന ഒരു കലാവിരുന്നാണ് ഇനി നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, മറ്റ് പല സ്ഥലങ്ങളിലും പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ആ ഒരു സമയം നിറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ മിനിറ്റ്സ് കിട്ടാതെ അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ക്യാൻഡിക്കിൾസ് നമ്മൾ വേദിയിൽ അണിയിച്ചൊരുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കുമേ അതിനൊരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ക്യാൻഡിക്കിൾസ് 2025 സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ പള്ളി സഹവികാരി റവറൻ ഫാദർ ബേസിൽ ബെന്നി അച്ഛനെ ക്യാൻഡിക്കിൾസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വന്നിയ രാജു ചെറുവൽ കോർപ്പിസ്കോപ്പ അച്ഛനെ, നമ്മുടെ സ്വന്തം രാജു അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. റവറൻ ഫാദർ ജോൺസൺ മാത്യു അച്ഛനെ നമ്മളുടെ ക്യാൻഡിക്കിൾസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബേസിൽ അച്ഛനും ജോൺസൺ അച്ഛനും ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കലാവിരുന്നുകൾ ആസ്വദിക്കാനായിട്ട് വളരെ ആകാംക്ഷയോടെയാണ് അവരിയ്ക്കുന്നത്. ക്യാൻഡിക്കിൾസിന് ആദ്യമായിട്ടാണ്. മറ്റ് നമ്മളുടെ യൂണിറ്റ് സെക്രട്ടറികൾ, ഹെഡ് ടീച്ചറിനായിരുന്നു ആദ്യം പറയേണ്ടത്. ഹെഡ് ടീച്ചർ, വനിതാ സമാജ സെക്രട്ടറി, യൂത്ത് കുടുംബ യൂണിറ്റ് സെക്രട്ടറി, എല്ലാവരെയും യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എടുത്തു പറയേണ്ടതായ കാര്യം, നമ്മുടെ റിക്കു ആണ് ഈ പ്രാവശ്യം ക്യാൻഡിക്കിൾസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡ് ചെയ്തത്. റിക്കുവിനോടൊപ്പം വളരെയധികം നല്ലൊരു ടീം ഉണ്ടായിരുന്നു. വളരെയധികം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കം ഡ്യൂട്ടിക്കൊന്നും പോകാതെ അവരത് അണിയിച്ചൊരുക്കുന്നു. അപ്പോൾ എല്ലാവരെയും, എനിക്കറിയാം ആരൊക്കെയാണ് എഫേർട്ട് എടുത്തുന്നത്, എല്ലാവരുടെ പേര് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇവിടെ വേദി അറിയിക്കുന്ന കുട്ടികൾ മുതൽ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ക്യാൻഡിക്കിൾസ് 2025 നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ബേസിൽ ജോൺ. ആദ്യമായി വിളക്ക് തെളിയിക്കുന്നതിനും തുടർന്ന് കേക്ക് മുറിക്കൽ ചടങ്ങിനുമായി എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി 2025 വർഷത്തെ ക്യാൻഡിക്കിൾസ് ഔദ്യോഗികമായി തിരികൊളുത്തിക്കൊണ്ട് ഇതിന് ആരംഭം കുറിക്കുകയാണ്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാരഖില ധാരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീൺ ചിന്തയുമടിയാരീം നൊഴിക്കാൻ സൽക്രിയകൾക്കുമനോ ശുദ്ധ്യാ
സംഗതി വരണേ ഞങ്ങൾക്ക്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ സാന്റയ്ക്കും എല്ലാവർക്കുമായി കേക്ക് വിതരണം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഫാദർ ബേസിൽ ബെന്നി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായി സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. അത്രയും സ്നേഹം നിറഞ്ഞ വന്യാചാര ശ്രേഷ്ഠനായിരിക്കുന്ന രാജു ചെറുവിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, അതേപോലെ ജോൺസൺ അച്ഛൻ, പള്ളിയുടെ ഭരണസമിതി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ, പോഷക സംഘടനകളായിരിക്കുന്ന മറ്റ് ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബ യൂണിറ്റ്, അതേപോലെ വനിതാ സമാജം, സൺഡേ സ്കൂള്, യൂത്ത് അസോസിയേഷൻ മുതലായ ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, ഇതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ആയിരിക്കുന്ന അത്രയും സ്നേഹം നിറഞ്ഞ റിക്കുചേട്ടൻ, അതേപോലെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ഈ കാൻഡിക്കിൾസ് 2025 അനുഗ്രഹീതമായ സന്തോഷപ്രദമായ നിമിഷങ്ങളിലായിരിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലത്തെ മധുരതരമായ നിമിഷങ്ങളെ വീണ്ടും ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷക്കാലത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ മറന്നു കളഞ്ഞ് പുതിയ വർഷത്തെ വരവേറ്റ് ഈ പുത്തുവർഷത്തിലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല കാലങ്ങളെ കൂടുതൽ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഈ മനോഹരമായിരിക്കുന്ന ദൈവം അനുവദിച്ച വലിയ ഭാഗ്യകരമായ ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ആയിരിക്കാം, സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. കഴിഞ്ഞ വർഷത്തിൽ കടന്നു വരാൻ സാധിക്കാതെ പോയി, എന്നാൽ ഈ വർഷം ദൈവം സഹായിച്ച്, ദൈവം അനുഗ്രഹിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം ഈ വലിയ ഒരു അവസരം ദൈവം കൃപ നൽകി. സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് നമ്മുടെ കുഞ്ഞുമക്കളുടെയും അതേപോലെ എല്ലാവരും ചേർന്നുള്ളതായിരിക്കുന്ന മനോഹരമായ ഗാനങ്ങളും നൃത്തങ്ങളും എല്ലാം ആസ്വദിച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷം പങ്കിട്ടുകൊണ്ട് കടന്നു പോകാം. വലിയ ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ. വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്ന സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാകുന്നു എന്ന്. ഇത് യഹോവയുണ്ടാക്കിയ സന്തോഷപ്രദമായ ഒരു സുദിനം. നമുക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കാം, സന്തോഷിച്ച് ആനന്ദത്തോടു കൂടി ആയിരിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി ഇന്ന് നിശുദ്ധമായിരിക്കുന്ന കർത്തവ്യം ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോൾ എനിക്കറിയാം രാജു ചെറുവിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ ഇവിടെയുണ്ട്. എന്നെക്കാളും ഏറ്റവും സീനിയറായിട്ടുള്ള വൈദിക ശ്രേഷ്ഠനാണ് അച്ഛൻ. ഏതൊരു കാര്യത്തിനും ചേർന്ന് ദൈവാലയത്തോടായിരിക്കുന്നു. അതേപോലെ തന്നെ ജോൺസൺ അച്ഛനും അതേപോലെ പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളെല്ലാം ഈ കാര്യത്തോട് ചേർന്ന് മനോഹരമായി അതിൻ്റെ എല്ലാം ക്രമീകരിക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കുടുംബങ്ങളും വ്യക്തികളും ഓരോരുത്തരും ചേർന്ന് വരുമ്പോഴാണ് ഏറ്റവും ഒരു ദൈവാലയം തന്നെ അത് അനുഗ്രഹപ്രദമായിട്ട് മുൻപോട്ട് കടന്നു പോവുകയുള്ളൂ. അപ്രകാരം അനുഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്നുള്ളതായ നാളുകളിലും സന്തോഷത്തോടെ നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായിരിക്കുന്ന നന്മകളും ദൈവമക്കൾക്ക് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട രാജു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ 2025 വർഷത്തെ കാൻഡിക്കിൾസ് ഇന്നിവിടെ നടക്കുകയാണല്ലോ. ഇതിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ നമ്മളിതിന് പേര് കൊടുത്തിരുന്നത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രോഗ്രാം എന്നായിരുന്നു. എന്നാൽ പിന്നീടാണ് 2-3 വർഷമായിട്ട് കാൻഡിക്കിൾസ് എന്നുള്ളതായ ടൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. എത്രയും ബഹുമാനപ്പെട്ട ബേസിൽ ബെന്നി അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ 2025 വർഷം കഴിഞ്ഞ് 26 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ 101-ാമത്തെ സങ്കീർത്തനത്തിൽ താൻ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പാടിയതായ ഒരു സങ്കീർത്തനമാണ് 101-ാമത്തെ സങ്കീർത്തനം. അതിൽ അദ്ദേഹം ഇപ്രകാരം പരാമർശിക്കുന്നുണ്ട്: യഹോവയെ, നിൻ്റെ തിരുസന്നിധിയിൽ നിന്നെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം പാടുവാനുള്ളതായ ഒരവസരം എനിക്ക് തരണം. വീണ്ടും അവൻ പറയുന്നു, എനിക്ക് എൻ്റെ ഭവനത്തിൽ പരമാർത്ഥതയുള്ളതായ ഹൃദയത്തോടുകൂടി വസിക്കുവാനുള്ളതായ ഒരവസരം തരണം. മൂന്നാമതായിട്ട് അവൻ പറയുന്നു, അഹങ്കാരികളോടും വൃഥാ സംസാരിക്കുന്നവരോടും ഭോഷ്ക് പറയുന്നവരോടും കള്ളം പറയുന്നവരോടും കൂടെ എന്നെ ചേർക്കരുത് എന്നുള്ളതായ 3-4 കാര്യങ്ങൾ അദ്ദേഹം ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പറയുന്നുണ്ട്, പാടുന്നുണ്ട്. താനൊരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് രാജഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തിട്ടുള്ളതായ വിഷയങ്ങളാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിലേക്ക്, പദവിയിലേക്കൊക്കെ നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ കാര്യങ്ങളെല്ലാം മറന്നു പോകാറുണ്ട്. വന്നതായ വഴി, വളർന്നതായ വഴി, വളർത്തിയതായ വഴികൾ, കാര്യങ്ങളെല്ലാം മറന്നു പോകാറുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് തൻ്റെ പഴയകാല ജീവിതത്തിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഏറ്റവും പരമോന്നതമായൊരു സ്ഥാനത്തായിരുന്നപ്പോഴും ആയിത്തീർന്നപ്പോഴും അദ്ദേഹം ദൈവ തിരുസന്നിധിയിൽ ആവശ്യപ്പെട്ടതായ കാര്യങ്ങൾ, നിന്നെ സ്തുതിക്കുവാൻ, നിനക്ക് കീർത്തനം പാടുവാനുള്ളതായ അവസരം നഷ്ടപ്പെടുത്തരുത്, എനിക്ക് ഭവനത്തിൽ പരമാർത്ഥതയുള്ളതായ ഹൃദയത്തോടുകൂടെ പെരുമാറാനുള്ളതായ ഒരു അവസരം തരണം, ഭോഷ്ക് പറയുന്നവരോട്, വമ്പ് പറയുന്നവരോട്, അഹങ്കരിക്കുന്നവരോടുകൂടെ എനിക്ക് ചരിക്കുവാനായിട്ട് ഇടവരരുത്. അവനറിയാം അവൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതായ ഉത്തരവാദിത്വം. എന്തെല്ലാം സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു, ആരെല്ലാമായിട്ട് അദ്ദേഹം ഇടപഴകേണ്ടിയിരിക്കുന്നു. അപ്പോഴും യഹോവയായ ദൈവവുമായിട്ടുള്ളതായ ബന്ധം, ആ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അവൻ ദൈവ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2025 കഴിഞ്ഞ് 26 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കും ദൈവ തിരുസന്നിധിയിൽ വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതെ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിന്നെ പാടി സ്തുതിക്കുവാനും കുടുംബത്തിൽ പരമാർത്ഥതയുള്ളതായ ഹൃദയത്തോടുകൂടെ പെരുമാറാനും അഹങ്കാരികളോടുകൂടെ, ഭോഷ്ക് പറയുന്നവരോടുകൂടെ, വമ്പ് പറയുന്നവരോടുകൂടെ കൂടാതിരിക്കാനുമുള്ളതായ ഒരു അവസരം ദൈവമേ എനിക്ക് നൽകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ 2026 വർഷത്തിൽ ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാ വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങളും നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും മക്കൾക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2025 വർഷത്തെ ഈ കാൻഡിക്കിൾസിന് എല്ലാ വിധത്തിലുള്ളതായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു രാജു അച്ഛ.
ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്യ കോർപ്പിസ്കോപ്പച്ചൻ, ബഹുമാനപ്പെട്ട ബേസിലച്ചൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച ബേസിലേട്ടൻ എന്നോട് പറഞ്ഞത് 3 മിനിറ്റ് സമയമേ ഉള്ളൂ എന്നാണ്. ഞാൻ അത് 1 മിനിറ്റിൽ തീർക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് നോട്ട് മെയർലി എ സെലിബ്രേഷൻ, ദിസ് ഈസ് എ ടെസ്റ്റിമണി that our community prayed together, served together and grown together. Secondly, this is an inspiration to pray together, serve together and grow together. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടുന്ന ഒരു സമയമായി ആഘോഷത്തെ മാറ്റാം. നമ്മുടെ കമ്മ്യൂണിറ്റി എപ്പോഴും ബലപ്പെടുന്നത് when we are inspired by the bond towards God and bond between us by strengthening our faith in God and developing our love towards each other. ഈ കാൻറ്റിക്കിൾസ് സെലിബ്രേഷൻ എല്ലാം വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെറുതും വലുതുമായ കരങ്ങൾ ശക്തി കൊടുത്ത ഈ പ്രോഗ്രാം, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. I wish all the blessings for the success of this program and wish all the thanks and gratitude towards all who worked behind this program. Thank you very much. താങ്ക് യു ജോൺസൺ അച്ഛ. വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുന്നതിനായി റിക്യു വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ചർച്ച് സെക്രട്ടറി, ട്രസ്റ്റി, യൂണിറ്റ് സെക്രട്ടറിമാർ, സൺഡേ സ്കൂൾ ഹെഡ് ടീച്ചർ, യൂത്ത് സെക്രട്ടറി, വനിതാ സമാജം സെക്രട്ടറി, കർത്താവിൽ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹോദരന്മാരുമേയും, നമ്മുടെ പള്ളിയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷ പരിപാടിയായ കാൻഡിക്കിൾസ് 2025 ഇന്ന് നമ്മൾ ഒരുമിച്ച് മനോഹരമായി ആഘോഷിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ അനേകം പേരുടെ കഠിനാധ്വാനവും സമർപ്പണവുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാവരും വലിയ പരിശ്രമത്തിലായിരുന്നു. ഇനി എല്ലാവരുടെയും മനോഹരമായ പ്രകടനങ്ങൾ ആസ്വദിക്കാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സമയം പരിമിതമായതിനാൽ ഞാൻ നേരിട്ട് എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായ ഫാദർ ബേസിൽ ബെന്നി അച്ഛൻ, ഫാദർ രാജു ചെറുവലിൽ പിസ്കോപ്പ അച്ഛൻ, ജോൺസൺ അച്ഛൻ, പള്ളി സെക്രട്ടറി ബേസിൽ ജോൺ, ട്രസ്റ്റി പ്രദീപ് ചെറിയാൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാർ, വനിതാ സമാജം സെക്രട്ടറി, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി, സൺഡേ സ്കൂൾ ഹെഡ് ടീച്ചർ, കാൻഡിക്കിൾസ് ഈ പരിപാടിയുടെ എല്ലാ നേതൃത്വം നൽകിയ കാൻഡിക്കിൾസ് സ്റ്റിയറിംഗ് കമ്മിറ്റി, വേദി സൗകര്യം ഒരുക്കിയ ക്യാമ്പയിൻ സ്കൂൾ അധികൃതർ, ഭക്ഷണം ഒരുക്കിയ ബിനീഷ്, ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ട് ബൈ ധ്രുവ് ആൻഡ് ടീം, താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാ വോളണ്ടിയർമാർക്കും ഇന്നിവിടെ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആരെയെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. ചില കുറവുകളുണ്ടായേക്കാം. ഇത് നമ്മുടെ സ്വന്തം പരിപാടിയാണെന്ന് കരുതി മനസ്സോടെ ക്ഷമിക്കണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു റിക്ക്. ഇതോടുകൂടി നമ്മുടെ ഇനാഗുറൽ സെറിമണിക്ക് അവസാനമായി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ഫോർ എവരി വൺ.